സ്നേഹമുള്ളവരെ, സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ശ്രമം BJPക്ക് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ശ്രമം. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഗോവൻ ഇൻക്വിസിഷനിലൂടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ മാറൊക്കെ പിച്ചിപ്പറിച്ചിട്ടുണ്ട് എന്നാണ് ശശികല ടീച്ചറെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അത് പ്രസിദ്ധ ചരിത്രകാരനെന്ന് സ്വയം അവകാശപ്പെടുന്ന രാധാകൃഷ്ണൻ സാറൊക്കെ അത് ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. KS രാധാകൃഷ്ണൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിൽ നിന്ന് വരുന്ന ധ്വനി ഇതാണ്: ഈ ശബരിമലയിൽ ഈ സ്വർണം കട്ടിട്ടുള്ളത് ആരാണ്? പോറ്റിയോ അല്ലെങ്കിൽ തന്ത്രിയോ മന്ത്രിയോ ആരുമല്ല. പിന്നെ ഇതാരാണ്? സോണിയാഗാന്ധി ഇറ്റാലിയൻ കണക്ഷനിലൂടെ അത് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഇവിടെ ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പം മാർപ്പാപ്പയാക്കിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ സോണിയാഗാന്ധിനെ ഇടയ്ക്കിടയ്ക്ക് ഈ രംഗത്തേക്ക് എടുക്കുന്നത്. ഒരു നിരുപദ്രവകരമായ ഒരു ചിത്രമല്ല അത്. ഇടതുപക്ഷം ചെയ്താലും അത് BJP ചെയ്താലും അവരുടെ പിറകിലുള്ള അവരുടെ അജണ്ട എന്ന് പറയുന്നത് സോണിയാഗാന്ധി ഒരു ക്രിസ്ത്യാനിയാണ്, അത് ഇറ്റലിക്കാരിയാണ്, അതിൻ്റെ പിറകിലും മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് ഈ ശബരിമല കൊള്ളയുടെ പ്രധാന ആളുകൾ എന്ന് ഒരു സബ്ലിമിനൽ മനസ്സിലേക്ക് കടത്തിവിടാനാണ് ഈ സോണിയയുടെ പടവും പോറ്റിയുടെ പടവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇടതുപക്ഷമാണ് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ പോലും അതിലൊരു വർഗീയ അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഗോവൻ ഇൻക്വിസിഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് തന്നെ ആരംഭിക്കാനുള്ള കാരണം എന്താണ്? പലരുടെയും ധാരണ, അതും ഈ സംഘപരിവാറാണ് അതിൻ്റെ പിറകിലുള്ള നുണ ഫാക്ടറിയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണ്? ഈ ഇന്ത്യ രാജ്യത്തൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഒരാൾ പോലും മറ്റേ ആളെ കൊല്ലില്ല. അങ്ങനെ വരുമ്പോഴാണ് മുഗളന്മാർ വന്ന് കുറേ പേരെ കൊന്നു, പിന്നെ പോർച്ചുഗീസുകാർ വന്ന് കുറേ പേരെ കൊന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്ന്. അപ്പോൾ ഈ അക്രമം, വ്യഭിചാരം മുതലായവയൊക്കെ വരുന്നത് ഒരു സെമിറ്റിക് പാരമ്പര്യത്തിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, സെമിറ്റിസിസത്തിൻ്റെ ഏറ്റവും തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരാണ്, യഹൂദ ജനതയാണ്. അവരുടെ കാലിൻ്റെ അടി വരെ നക്കാൻ തയ്യാറാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ സെമിറ്റിസിസത്തിൻ്റെ ഒറിജിനായ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇന്ത്യക്ക് സാധിക്കില്ല. എന്നാലേ പാകിസ്ഥാനെ വരുതിക്ക് നിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വിചാരം എന്താ? മുഗളന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഗംഭീരമാണ്. പ്രിയമുള്ളവർ, അശോക ചക്രവർത്തിയുടെ കഥ എന്താണ്? അശോക ചക്രവർത്തി തൻ്റെ അയൽ രാജ്യത്തെ മുഴുവനായിട്ടും ഒരു കുഞ്ഞു പോലെ അവശേഷിക്കാത്ത വിധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കൊന്ന് 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 ഇല്ലാണ്ടാക്കി. അവസാനം അദ്ദേഹത്തിന് തന്നെ സങ്കടം തോന്നി. എന്ത്? താൻ കൊന്നിട്ടവരെ കണ്ടിട്ട്. അപ്പം അത്ര ക്രൂരന്മാരായ ചക്രവർത്തിമാരൂടെ ഉണ്ട്. ആ സങ്കടം കണ്ടിട്ടാണ് അദ്ദേഹം ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് പോയത്. അപ്പം ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ രാവണനാര ക്രിസ്ത്യാനിയായിരുന്നു? ഈ കൗരവന്മാരാര ക്രിസ്ത്യാനികളായിരുന്ന? ധൃതരാഷ്ട്രരുടെ ക്രിസ്ത്യാനികളായിരുന്ന? അതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ രാമായണത്തിലെ ഈ രാമൻ ക്ഷത്രിയനും രാവണൻ ബ്രാഹ്മണനുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ ഹത്യയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോകലുള്ള നേതാക്കന്മാർ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അധമവികാരം വരുമ്പോൾ അതിനെ പരിഷ്കരിക്കാനും അതിനെ മനുഷ്യനാക്കാനാണ് മതങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ സംഘപരിവാർ നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ കൂടെ ചില തീവ്രവാദ മുസ്ലിം കക്ഷികളും പറയണത് ഈ കൊളോണിയലിസം ലോകത്തിലുണ്ടായിട്ടുള്ളത് 1500 ശേഷമാണെന്നാണ്. എപ്പോൾ? പോർച്ചുഗീസുകാരോട് കൂടിയാണ് ഈ കൊളോണിയലിസം ഈ ലോകത്തിൽ ആരംഭിച്ചത്.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഇസ്ലാമിക് ഇൻവേഷന്റെ മാപ്പ് എടുത്ത് നോക്കുക. മുഹമ്മദ് നബിയുടെ മരണശേഷം 100 കൊല്ലം കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ ഒരു 50% ഭാഗമെങ്കിലും ഈ അറബികൾ കീഴടക്കി കഴിഞ്ഞു. ഈ അറബികൾ ഈ ലോകത്തിൻ്റെ 50% കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ഐബീരിയൻ പെനിൻസുല. ഈ ഐബീരിയൻ പെനിൻസുലയുടെ 2 ഭാഗമാണ് സ്പെയിനും പോർച്ചുഗലും. അപ്പോൾ AD 750 ആകുമ്പോഴേക്കും സ്പെയിനും പോർച്ചുഗലും സമ്പൂർണമായിട്ട് ഇസ്ലാമിക് അറബി നേഷൻ്റെ അടിമകളായി കഴിഞ്ഞു. അത് ഇമ്പീരിയലിസമായിട്ട് ഇവർ കണക്കാക്കണില്ല. അസർബൈജാൻ, ഉക്രൈൻ, ഈ ഭാഗങ്ങളും മുഴുവനും ഇവർ കീഴടക്കി കഴിഞ്ഞു. ഇന്ന് കാണുന്ന അഫ്ഗാനിസ്ഥാൻ, ഈ സ്ഥാൻ എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താ പറയുക, സ്നേഹപൂർവ്വം സ്ഥാൻ എന്നാക്കിയതല്ല, അതൊക്കെ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ അധിനിവേശത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരും സ്പെയിൻകാരും നടത്തിയ തിരിച്ചുപിടുത്തമാണ്, സ്വാതന്ത്ര്യ സമരമാണ് റീകോൺക്വിസ്റ്റ, അതായത് തിരിച്ചുപിടുത്തം. അപ്പോൾ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി വന്ന കാര്യം എന്താണെന്നറിയൂ? അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി വന്ന കാര്യം ഈ തിരിച്ചുപിടുത്തത്തിൽ ചില യഹൂദന്മാരും മുസ്ലിമുകളും ഒറ്റക്കെട്ടാണ്. അവർ ബായിയാണ്. ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന ശത്രുതയല്ല. അവര് എന്ത് ചെയ്യണ, ക്രിസ്ത്യാനികളായിട്ട് മാറും. എന്നിട്ട് ഇവിടെ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ യുദ്ധം ചെയ്യാൻ വരുന്നവർക്ക് ചോർത്തി കൊടുക്കും. അപ്പൊ കൺവെർട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻസ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണോ, അതായത് യഥാർത്ഥ ക്രിസ്ത്യൻസ് ആണോ, ഒറ്റിക്കൊടുക്കാനുള്ള ചാരന്മാരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പോർച്ചുഗീസ് രാജാവ് അതുപോലെ സ്പെയിനിലും നിർമ്മിച്ച ഒരു സംവിധാനമാണ് ഇൻക്വിസിഷൻ. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ഇവര് വിശ്വാസിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക എന്ന പ്രക്രിയ ആവശ്യമായത് വന്നതുകൊണ്ടാണ് ഇതിൽ അച്ഛന്മാരെ എടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആരുടേതായിരുന്നു? നമ്മുടെ രാജ്യത്ത് CBI ഉള്ള പോലെ, റോ ഉള്ള പോലെ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള പോലെ, ഇവിടെ മൊസാദ് ഉള്ള പോലെ, റഷ്യയിൽ KGB ഉള്ള പോലെ, പോർച്ചുഗൽ രാജ്യത്തിൻ്റെ CID വിഭാഗത്തിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ ഇൻക്വിസിഷൻ കോടതി എന്ന് പറയുന്നത്. അല്ലാതെ ഇൻക്വിസിഷൻ അല്ല അവിടുത്തെ CBI. അപ്പൊ ഈ എല്ലാ CBIക്കും KGBക്കും ഒക്കെ ഒരു ചില മർദ്ദന മുറകളുണ്ട്. അത് ഇൻക്വിസിഷൻകാർക്ക് മാത്രമായിട്ടുള്ള ഒരു മർദ്ദന മുറയല്ല. ഈ കേരളത്തിലെ 150 കൊല്ലം മുൻപ് അല്ലെങ്കിൽ മൺറോയുടെ നിയമം വരുന്നത് വരെ ഇവിടെ പീഡനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സീതാദേവീനെ തളച്ചെണ്ണയെ കൂടെ നടത്തിയത് അത് പീഡനമല്ലേ? അപ്പൊ നിരപരാധികളുടെ കാല് പൊള്ളില്ല എന്നാരാ പറഞ്ഞത്? തിളച്ചെണ്ണയല്ല, അഗ്നിശുദ്ധി, അഗ്നിയിലൂടെ നടത്തുകയാണ്. അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് ചാവുണ്ടോ നോക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന അന്ന് കാലത്തെ ഒരു മർദ്ദന പ്രക്രിയ അവിടെ നിലനിന്നിരുന്നു. ഇനി പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ വന്നിട്ട് എത്ര ഏരിയ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നു? ഒരിക്കലും പോർച്ചുഗീസുകാർക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്റീരിയറിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിനാൽ അവരുടെ കോളനി എന്ന് പറയുന്നത് 2 സ്ഥലത്തെ മാർക്കറ്റ് മാത്രമാണ്. എവിടെ? ഒന്ന് കൊച്ചിയിൽ, കോഴിക്കോട്, അല്ലെങ്കിൽ അവര് മംഗലാപുരത്ത്. അപ്പൊ ഈ കടൽ തീരത്ത് മാത്രം നിലനിന്നിരുന്ന ഒരു മാരിടൈം എംപയറിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന സ്ഥലം മാത്രമേ ഈ പോർച്ചുഗീസുകാർക്കുള്ളൂ. അതിൽ കൊച്ചി അവർ ഉപേക്ഷിച്ചു. കാരണം ഡച്ചുകാരുടെ ആക്രമണത്തോട് കൂടിയിട്ട് അവർക്ക് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഗോവയില് ഗോവൻ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈറ്റിൽ കാണുമ്പോൾ 2 കാര്യം ഇവരെ മറച്ചു വയ്ക്കുകയാണ്. എന്താണ്? ഗോവൻ ഇൻക്വിസിഷനിൽ 17,000 പേരെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഗോവൻ ഇൻക്വിസിഷന്റെ ജൂറിസ്ഡിക്ഷൻ ഏതാണ്? ഗോവയല്ല. ഗോവൻ ഇൻക്വിസിഷന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഏഷ്യ, ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, ഈ ഏരിയയിൽ മുഴുവനുമുള്ള പോർച്ചുഗീസ് മാരിടൈം ടെറിട്ടറിയിലുള്ള ആളുകളുടെ ഇൻക്വിസിഷനാണ് ഗോവൻ ഇൻക്വിസിഷൻ. ഗോവയിലെ CBI എത്ര പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ 17,000 ആളാണ്. ഇതാണ് ജോഗ്രഫിക്കൽ ടെറിട്ടറി. ഇനി അതിൻ്റെ കൊല്ലം എത്ര കൊല്ലാണ്? ഒരു കൊല്ലല്ല, 200 കൊല്ലം കൊണ്ടാണ് ഈ 17,000 ആളെ അവരിവിടെ ചോദ്യം ചെയ്യൽ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള 17,000 ആള്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് എത്രയാണ്? ചോദ്യം ചെയ്തതിൻ്റെ കണക്കുണ്ട്. ശിക്ഷിക്കപ്പെട്ടത് എത്രയാണ്? 300 ആൾക്കാരാണ്. ആരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഹിന്ദുക്കളാണോ? അല്ല. ഈ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ നടന്നിരുന്ന യഹൂദന്മാരെയും മുസ്ലിമുകളും അതിൽ ഹിന്ദുക്കളും ഉണ്ട്. കാരണം ചാരപ്പണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, അവരുമുണ്ട്. അല്ലാതെ ഇത് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി ഇവരെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞ് ക്രൈസ്തവർക്കെതിരെ വിദ്വേഷം പരത്താനുള്ള ഒരു ആയുധമായിട്ടാണ് ഇപ്പോൾ ഈ ഗോവൻ ഇൻക്വിസിഷൻ എന്ന പേരിൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രക്രിയയെ ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിരായിട്ട് തിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലെ വിദേശികൾക്ക് കാഴ്ചവെക്കാനുള്ള പ്രധാന കാരണം ഹിന്ദു രാജാക്കന്മാരായിട്ട് വഴക്ക് നടത്തിയിട്ടാണ്. അല്ലാണ്ട് വിദേശത്തു നിന്ന് വന്നിട്ട് എളുപ്പത്തിൽ അന്തഛിദ്രമുള്ള കുടുംബത്തിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ ഒരു എൻട്രി കിട്ടിയത്? കൊച്ചി രാജാവും സാമൂതിരി രാജാവും തമ്മിൽ എന്നും വഴക്കാണ്. അപ്പൊ ഈ സാമൂതിരിക്ക് കൊച്ചിയെ കൂടി കീഴടക്കണം. അതിന് ഇസ്ലാമിക് അറബികളുടെ സപ്പോർട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായം മേടിച്ചത്. ടിപ്പു സുൽത്താന് ഇവിടെ നിന്ന് യുദ്ധം ചെയ്ത് ഓടിപ്പിച്ചത് രാജാ കേശവദാസനാണ്. ആ ഹിന്ദു പോരാളിയുടെ നാമത്തിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തിനെ ചതിച്ചു കൊന്നതാര്? അദ്ദേഹത്തെ കൊന്നത് ഹിന്ദുക്കൾ തന്നെ. അപ്പൊ ടിപ്പു സുൽത്താൻ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച അയാളെ ചതിച്ച് ഇല്ലാണ്ടാക്കിയത് ഇവിടെയുള്ള ഹിന്ദുക്കളാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഇപ്പോൾ ഉത്തരവാദിത്തം ഒറ്റ ആളിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്താണ്? സോണിയാഗാന്ധി വഴി ഇറ്റലിയിലൂടെ പോയി മാർപ്പാപ്പയിലൂടെ വന്ന് മാർപ്പാപ്പ ഇന്ത്യയെ കീഴടക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇത്തരത്തിലുള്ള ഈ നുണപ്രചരണം. അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല. കാരണം ഈ നുണപ്രചരണം നടത്തുന്നതോട് കൂടിയിട്ട് ജനങ്ങൾ അത് ശീലമാക്കിയിട്ട് മാറ്റും. അങ്ങനെ ശീലമാക്കി മാറ്റിയാൽ ശാസ്ത്രവും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ നുണ പറയുന്ന ആളുകളായിട്ട് മാറും. നിങ്ങൾ ഏത് മാർഗം ഉപയോഗിച്ച് അധികാരത്തിൽ വരുന്നുവോ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നുവോ ആ മാർഗത്താൽ നിങ്ങൾ തന്നെ നശിപ്പിക്കപ്പെടും എന്നെഴുതിയത് ബൈബിളാണെങ്കിലും ബൈബിളിന് മുമ്പ് അത് ചിത്രം വരച്ച് തന്നിട്ടുള്ളത് മഹാഭാരതത്തിലാണ് എന്നുകൂടി ഓർക്കണം. നീ ഏത് മാർഗം ഉപയോഗിച്ച് നീ കലഹമുണ്ടാക്കുന്നുവോ ആ മാർഗം തന്നെ നിന്റെ വീട്ടിലും സംഭവിക്കും. നിങ്ങൾ പരസ്പരം വഴക്കടിച്ച് ഈ രാജ്യം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഇത്തരം നുണപ്രചരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് നിങ്ങളോട് ദയവായി അഭ്യർത്ഥിക്കുന്നു.